ഇൻഷുറൻസ് പോളിസികളുടെ GST എടുത്തു കളയുന്നതിൽ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ ഇന്നലെ ചേർന്ന കൗൺസിൽ യോഗത്തിൽ സമവായമായിട്ടില്ല. ജനുവരിയിൽ നടക്കുന്ന യോഗത്തിൽ ഇക്കാര്യം വീണ്ടും പരിഗണിക്കാനാണ് തീരുമാനം. സ്വാതിയാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഗുഡ് മോർണിംഗ് സ്വാതി. സ്വാതി തണുത്ത് കുറച്ചൊക്കെ അവിടെ നിൽക്കുകയാണ്, അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട. നമുക്ക് സ്വാതി പറഞ്ഞോളൂ, എങ്ങനെയാണ് ഇന്നലത്തെ യോഗത്തിൽ വലിയ തീരുമാനങ്ങൾ കൂടുതലായി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, അതിൽ കൂടുതൽ സമവായം ഉണ്ടാകുന്നതൊക്കെയും എപ്പോഴായിരിക്കും? കാവ്യ, എന്തായാലും കഴിഞ്ഞ ദിവസം ചേർന്ന 55ാമത് GST കൗൺസിൽ യോഗത്തിൽ ഏറ്റവും പ്രധാന അജണ്ടയായി നമ്മൾ നോക്കിക്കണ്ടത് ഈ മുതിർന്ന പൗരന്മാരുടെ ഇൻഷുറൻസ് പ്രീമിയത്തിലെ ഇളവ് തന്നെയായിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ തീരുമാനമായില്ല എന്നാണ് ഇന്നലെ ഈ യോഗത്തിന് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചത്. അത് അടുത്ത ജനുവരിയിൽ ചേരുന്ന യോഗത്തിലായിരിക്കും തീരുമാനിക്കുക എന്നുള്ളതാണ് അവർ സൂചിപ്പിച്ചത്. അതോടൊപ്പം ഈ വിഷയത്തിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ കൂടി തീരുമാനം മാനിക്കേണ്ടതുണ്ട്. അവരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഇതിലൊരു വ്യക്തമായ തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് മറ്റു ചില ഈ വാണിജ്യ വ്യാപാര രംഗത്ത് സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഈ കഴിഞ്ഞ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ധനമന്ത്രി KN ബാലഗോപാൽ അടക്കം കഴിഞ്ഞ ദിവസം പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി പറയുകയാണെങ്കിൽ, ഈ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും 1% വരെ ദുരന്ത നിവാരണ സെസ് ഏർപ്പെടുന്നത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിട്ടുണ്ട്. അത് ബംഗാൾ, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ തീരുമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരടങ്ങുന്ന ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതി എടുക്കുന്ന തീരുമാനം അനുസരിച്ച് അതിൽ ഒരു ഇളവ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ആപ്പുകൾ വഴി നൽകുന്ന റെസ്റ്റോറൻറ്റ് സേവനങ്ങൾക്ക് 5% കോമ്പോസിറ്റ് നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ആ തീരുമാനം നീട്ടിയെന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇക്കാര്യം ഫിറ്റ്മെന്റ് സമിതിയായിരിക്കും പരിശോധിക്കുക. അതുമാത്രമല്ല, ഈ ഓൺലൈനിൽ സേവനം നൽകുന്ന സമയത്ത് കൃത്യമായി ഏത് സംസ്ഥാനത്ത് ഏത് വ്യക്തിക്കാണ് സേവനം ലഭിക്കുന്നത് എന്ന് ബില്ലിൽ രേഖപ്പെടുത്തണം എന്നുള്ള ഒരു സുപ്രധാന തീരുമാനം ഈ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം കേരളം ദീർഘകാലമായി ഈ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. ഈ ഓൺലൈൻ വഴി നൽകുന്ന സേവനങ്ങളുടെ അത് ഏത് സംസ്ഥാനത്ത് ഏത് വ്യക്തിക്കാണ് ഈ സേവനം ലഭിക്കുന്നത് എന്ന് ബില്ലിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇക്കാര്യം കഴിഞ്ഞ GST യോഗത്തിൽ അടക്കം കേരളം ആവശ്യപ്പെട്ടതാണ്. ആ വിഷയത്തിൽ എന്തായാലും തീരുമാനമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വ്യോമയാന ഇന്ധനം GSTയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തെ അടക്കം സംസ്ഥാനങ്ങൾ എതിർത്തിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളുടെ വരുമാനം ചോർത്തുന്ന പരിഷ്കരണങ്ങളാണ് എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചത്. 2018 പ്രളയ സെസ് ഈടാക്കാൻ കേരളത്തിന് അനുമതി നൽകിയതുപോലെ തന്നെ ഈ ആന്ധ്രാപ്രദേശിനും അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങൾക്കും അനുവാദം നൽകണമെന്ന ആ സംസ്ഥാനത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ ഏത് തരത്തിൽ പരിഗണിക്കണം എന്നുള്ളതുകൂടി അടുത്ത യോഗത്തിൽ തീരുമാനം ആകും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നീട് മറ്റൊന്ന്, ഈ കെട്ടിട വാടകയ്ക്ക് GST ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം കൂടി ഈ GST യോഗത്തിൽ എടുത്തിട്ടുണ്ട്. കെട്ടിട വാടകയ്ക്ക് GST നൽകുന്നതിൽ വ്യാപാരികളെ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. GST രജിസ്ട്രേഷൻ ഇല്ലാത്തവർക്ക് വ്യാപാര വാണിജ്യ ആവശ്യങ്ങൾക്ക് കെട്ടിടം വാടകയ്ക്ക് നൽകിയാൽ എടുക്കുന്നവർ വാടകയിന്മേൽ GST അടയ്ക്കണമെന്നാണ് 54ാമത് കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നത്. എന്നാൽ കോമ്പോസിഷൻ പദ്ധതി പ്രകാരം നികുതി അടയ്ക്കുന്ന ചെറുകിട വ്യാപാരികൾക്ക് ഇത് അധിക ബാധ്യതയായാൽ വലിയ ബാധ്യതയാകുമെന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇതിലൊരു തീരുമാനം കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും 55ാം കൗൺസിലുമായി ബന്ധപ്പെട്ട് കൗൺസിൽ യോഗത്തിൽ നിന്നും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഏറ്റവും സുപ്രധാന അജണ്ടയായിട്ടുള്ള ഈ ആരോഗ്യ ഇൻഷുറൻസ്, മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ ഇൻഷുറൻസ് അടക്കമുള്ള വിഷയങ്ങളിലാണ് അടുത്ത GST കൗൺസിൽ തീരുമാനം അറിയിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കാവ്യ. ശരി സ്വാതി, എന്തായാലും വലിയ മോശമായ കാലാവസ്ഥ തന്നെയാണ്, കഠിനമായ തണുപ്പാണ് ദില്ലിയിൽ. അതുകൊണ്ട് സ്വാതി എടുത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട, സ്വാതി പോയിക്കോട്ടെ. അങ്ങനെയാണ് GST കൗൺസിൽ യോഗത്തിൻ്റെ വിശദമായ വിവരങ്ങൾ വന്നത്. സമവായം ഉണ്ടാകാത്ത വിഷയങ്ങളിൽ വരാനിരിക്കുന്ന അടുത്ത യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. കേരളത്തിന് നികുതി മാത്രം യൂണിയൻ മിനിസ്ട്രി തരില്ല എന്ന് ദേവരാജൻ പറയുന്നുണ്ട്. പലവിധമായ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ഞെരുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പലപ്പോഴും തള്ളിവിടാനുള്ള സമീപനം അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. എല്ലാ വിഷയങ്ങളും
വിഷയങ്ങളിലും നമുക്കറിയാം, നികുതി വിഷയത്തിലാണെങ്കിലും ഇപ്പോൾ പുനരധിവാസ വിഷയത്തിലാണെങ്കിലും പ്രത്യേക സാമ്പത്തിക പാക്കേജ് അടക്കം അനുവദിക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞു പോകുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ആ വിഷയത്തിലൊക്കെയും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.